പാലക്കാട് ചിറ്റൂർ കണക്കമ്പാറയിൽ കുളിമുറിയിലെ വെള്ളത്തൊട്ടിയിൽ വീണ നവജാത ശിശു അപകടനില തരണം ചെയ്തു. 14 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് സമീപവാസികളായ 4 പെൺകുട്ടികളാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കുഞ്ഞിനെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ജീവൻ രക്ഷിച്ച മിടുക്കികളോട് നന്ദി പറയുകയാണ് കുഞ്ഞിന്റെ കുടുംബവും നാട്ടുകാരും. പാലക്കാട് ചിറ്റൂർ കണക്കമ്പാറയിൽ 14 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് കുളിമുറിയിലെ കുളിത്തൊട്ടി വെള്ളത്തിൽ വീണ് അപകടമുണ്ടായ ഒരു ദാരുണ സംഭവം ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചത് സമീപത്തുള്ള 4 പെൺകുട്ടികളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ്. അവർ ആ കുട്ടിയെ കുളിത്തൊട്ടിയിൽ നിന്നും എത്തിച്ചതിന് ശേഷം CPR അടക്കമുള്ള പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതുകൊണ്ട് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ 4 പെൺകുട്ടികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കുട്ടി ഇപ്പം സുരക്ഷയായിട്ടിരിക്കുന്നു നമ്മൾ അറിയാൻ സാധിച്ചു. എന്തായിരുന്നു സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി തന്നെ ഞങ്ങളെ വിളിച്ചത്. അതായത് ഞാൻ അകത്തായിരുന്നു, ഈ 3 കുട്ടികൾ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചേച്ചി വിളിച്ചിട്ട് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഇവർ ഓടിപ്പോയി നോക്കുമ്പം നേരെ ഇവർ 3 പേര് റൂമിക്കകത്ത് കയറി നോക്കി. അപ്പോൾ കുട്ടീനെ അവിടെ കണ്ടില്ല. ഞാൻ ഈ കുട്ടി വന്നിട്ട് വിളിച്ച് ചേച്ചി ഇങ്ങനെ ഉണ്ണിനെ കാണാനില്ല പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടിക്കയറി പോയി നോക്കി. ഇവർ ആദ്യം റൂമിനകത്ത് കയറി നോക്കിയതും കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പുറത്ത് വന്നാൽ നേരെ അപ്പുറത്തെ സൈഡിലേക്കാണ് പോയി നോക്കിയത്. അവിടെ ഈ ടോയ്ലറ്റിൻ്റെ ഡോർ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് ഈ കുട്ടിയും ആ ചേച്ചിയും കൂടിയിട്ട് ആ സൈഡിൽ കയറിയത്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പം ആ പാത്രം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറും അതിൽ ഫുൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഞ്ഞിൻ്റെ ഇടുപ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന വൈറ്റ് തുണി കാരണം ഇങ്ങനെ പൊങ്ങി കിടക്കായിരുന്നു. അത് കണ്ടിട്ടാണ് ഇയാൾ നോക്കിയത്. നോക്കുമ്പം കുഞ്ഞ് അതിനകത്ത് തലകീഴായിട്ട് ഇങ്ങനെ കിടക്കുക, അതായത് താഴത്തും കാലും മുകളിലായിട്ട് ആ രീതിയിലാണ് കണ്ടത്. അപ്പോൾ ഇയാളെടുത്ത് പെട്ടെന്ന് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. കുഞ്ഞിനെ എടുത്തിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ആ ചേച്ചിയുടെ കയ്യിലായിരുന്നു കുട്ടി. ഇവിടെ ഞാൻ ആ കാര്യം അറിഞ്ഞ് പോകുമ്പം ചേച്ചി കുട്ടീനെ പിടിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ ഒരുമാതിരി അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുഞ്ഞിനെ മേടിച്ചിട്ട് വന്ന് അവിടെ തന്നെ ഫ്രണ്ടിൽ വന്നിരുന്ന് പെട്ടെന്ന് ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് തിരിക്കുമ്പോഴത്തേക്കും ഫുള്ള് വെള്ളം പോവാണ്. അപ്പോൾ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ CPRും പിന്നെ കുറച്ചായിട്ട് വെള്ളം പോകും തോറാണ് കുഞ്ഞൊന്ന് അനങ്ങിയതും ഒന്നും ആ കുട്ടിയുടെ ആ സൗണ്ട് തന്നെ പുറത്തേക്ക് വന്നു. അത്ര നേരം അനക്കുമില്ല, ഒന്നും തന്നെ ഇല്ല. ഫുള്ള് ഒരുമാതിരി അവസ്ഥയിലായിരുന്നു. അത് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഈ വെള്ളം കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോകും തോറും ചെറിയ രീതിക്കൊരു റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. ആ കരയാനും പിന്നെ ഒന്ന് അനങ്ങാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് കുറച്ചുകൂടി ഇതിൽ ചെയ്തു. CPRും കാര്യങ്ങളൊക്കെ നല്ലോണം രീതിക്ക് കൊടുത്തപ്പം പിന്നെ കുഞ്ഞ് നന്നായി കരഞ്ഞു തുടങ്ങി. ഈ കരഞ്ഞു തുടങ്ങിയ ശേഷം കുട്ടിയുടെ ശരീരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റി. അതൊക്കെ ഫുള്ള് വെള്ളത്തിൽ പെട്ട ഒരുമാതിരി അവസ്ഥയായിരുന്നു. ഒരു തോർത്തേച്ച് ഫുള്ള് തുടച്ചു കൊടുത്ത് ഒന്ന് വാമാക്കി വെച്ചു കുട്ടീനെ. അപ്പോൾ കുട്ടി നല്ല കരച്ചിലായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാരും പിന്നെ ആ കുട്ടിയുടെ അച്ഛനൊക്കെ വിളിച്ച് പറഞ്ഞ അച്ഛനൊക്കെ പെട്ടെന്ന് എത്തി. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ പ്രാഥമിക ശുശ്രൂഷ നൽകാൻ നിങ്ങൾക്ക് നേരത്തെ പരിശീലനം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അതിൻ്റെ പരിശീലനം എന്നല്ല, ഞാൻ ജൂനിയർ റെഡ് ക്രോസിലുണ്ടായിരുന്നു 10th വരെ. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തത്. പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ ആ കുട്ടീനെ കണ്ടപ്പം എന്താ ചെയ്യണമെന്ന് അറിയാതെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതിന് റിയാക്ഷൻസ് കണ്ടപ്പം ഓക്കെ ശരി തന്നെയാണ് ചെയ്യുന്നത് തോന്നിയിട്ട് അത് കുറച്ചുകൂടി നല്ല രീതിക്ക് ചെയ്തു. പിന്നെ ഇപ്പം ആ കുട്ടിയുടെ ജീവൻ ഏതായാലും ഒരു അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അതറിഞ്ഞപ്പോൾ വലിയ സന്തോഷം ഉണ്ടായില്ലേ? ഒരുപാട്. എനിക്ക് ഇവിടെ തന്നെ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെയാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അത്ര നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ 14 ദിവസം എന്നൊക്കെ പറയുമ്പോൾ അത്രയല്ലേ ഉള്ളൂ. വെള്ളത്തിൽ പെട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടാവുന്നത്. നല്ല രീതിക്ക് ആ കുട്ടിക്ക് ഒന്നുമില്ലാതെ വന്ന തന്നെ വലിയ സന്തോഷം. എൻ്റെ പേര് അഭിനയ. എൻ്റെ പേര് അനുനയ. എൻ്റെ പേര് രാജേശ്വരി. എൻ്റെ പേര് ശ്രീ ഹരിപ്രിയ. തീർച്ചയായിട്ടും എന്തായാലും ഈ 4 പെൺകുട്ടികളുടെ കൃത്യസമയത്തുള്ള കൃത്യമായുള്ള ഇടപെടൽ തന്നെയാണ് പിഞ്ചു കുഞ്ഞിൻ്റെ ജീവന് ഒരു അപകടവും സംഭവിക്കാതിരിക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. എന്തായാലും അവർക്ക് വലിയ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.